ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ച് ഞാൻ വീണ്ടും വോയിസ് വെച്ച് വീഡിയോ വയ്ക്കുകയാണ്. ശരിയാവുമോ എന്നുള്ളത് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. ഇന്ന് ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു ക്രീം പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പലരും എന്നോട് ഞാൻ മുൻപത്തെ വീഡിയോ ഒക്കെ ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രീം വിപ്പ് ചെയ്തിട്ട് ശരിക്കും വിപ്പായി വരുന്നില്ല, വീണ്ടും ലൂസായി പോകുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാനൊരു കപ്പ് ക്രീം അതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കുന്നതെന്നാണ് എനിക്ക് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ നന്നായി തണുപ്പിച്ച ഒരു ദിവസം മുഴുവനായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഒരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ഇതിനായി ഞാൻ വിപ്പ് ചെയ്യാൻ എടുക്കുന്ന ബൗളും വിസ്കും രണ്ടും 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും വിപ്പ് ചെയ്യാൻ എടുക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ, അത് ക്രീമായാലും ബൗളായാലും വിസ്ക് ആയാലും നല്ല തണുത്തിട്ടുണ്ടായിരിക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ക്രീം വിപ്പായി വരുള്ളൂ. നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വിപ്പ് ചെയ്താൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഇനി നമുക്ക് ഇതിന് ഫസ്റ്റ് ലോ സ്പീഡിൽ, ഒരിക്കലും തുടങ്ങുമ്പോഴേ ഹൈ സ്പീഡിൽ വെച്ചിട്ട് വിപ്പ് ചെയ്ത് തുടങ്ങരുത്. ലോ സ്പീഡിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് ഒരു ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം കൂടുതൽ എടുക്കുമെന്നില്ലാതെ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ മുൻപൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്കും ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ കുറച്ച് കൂടുതൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോൾ പൗഡേർഡ് ക്രീം വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതാകുമ്പോൾ 2-3 മിനിറ്റിൽ ഹാൻഡ് വിസ്ക് വെച്ച് നമുക്ക് സുഖമായിട്ട് വിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ 1 മിനിറ്റോളം ഇപ്പോൾ ഇത് വിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഒന്ന് തിക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ആയിട്ടാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഐസിങ് ഷുഗറാണ്, പുറത്തുനിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. ഇത് എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 1 കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ചതിന് ശേഷമുള്ള 1 കപ്പ് പഞ്ചസാര, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് പകരം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ ഐസിങ് ഷുഗർ തയ്യാറായി. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഞാൻ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് സ്പീഡ് കുറേശ്ശെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വിപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ ക്രീം ഒരിക്കലും ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചിങ്ങനെ ഹാർഡായിട്ട് പിന്നെ നമുക്കത് ക്രീമിൻ്റെ ആ ഫോമിലേക്കായി വരാൻ വേണ്ടി പിന്നെ നമുക്ക് താഴെ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഏകദേശം 10-12 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. എന്നാലേ അത് ആ പാക്കറ്റിനുള്ളിൽ നന്നായി തണുത്ത് വരികയുള്ളൂ. ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഏത് ബ്രാൻഡാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഹെവി വിപ്പിംഗ് ക്രീമൊക്കെ കിട്ടും. അതാകുമ്പോൾ പെട്ടെന്ന് നല്ല സ്റ്റിഫ് പീസായിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. കേരളത്തിൽ നമുക്ക് ഹെവി വിപ്പിംഗ് ക്രീം അത്രയ്ക്ക് അങ്ങോട്ട് അവൈലബിൾ അല്ല. എന്നാലും ഉള്ളത് വെച്ച് നമുക്ക് മാക്സിമം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സോഫ്റ്റ് പീസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ചേർത്തിട്ട് ഫുൾ സ്പീഡിലിട്ടിട്ട് നമുക്ക് വിപ്പ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഞാൻ ഒട്ടും തന്നെ കട്ട് ചെയ്യാതെ ആണ് നിങ്ങൾക്ക് മുന്നിലിടുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് കാണിക്കുന്നത്. ഇത് ഞാൻ ഇപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇതിൽ കാണിക്കുന്ന ഇത്രയും സമയം കൊണ്ട് തന്നെയാണ് ഞാനിത് വിപ്പ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല. ഞാനിത് കട്ട് ചെയ്തും എഡിറ്റ് ചെയ്തൊന്നുമല്ല ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. 4-5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
ഇതുപോലെ ഞാനിത് പറഞ്ഞതുപോലെ നിങ്ങൾ ബൗളും വിസ്കും അതുപോലെ തന്നെ ക്രീമും ഫുള്ളായിട്ട് നന്നായി ചിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ വിപ്പ് ചെയ്ത ക്രീം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. വിപ്പ് ചെയ്തതിന് ശേഷമുള്ള ക്രീമാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മളിപ്പം പൗഡേർഡ് ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ബീറ്ററൊന്നും വേണ്ട, ഹാൻഡ് വിസ്ക് വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നല്ല സ്റ്റിഫ് പീക്സായിട്ട് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇതിനേക്കാളും കുറേ കൂടെ നല്ല സ്ട്രൈറ്റായിട്ട് നിൽക്കും. എന്താ വെച്ചാൽ ഇത് ക്രീം എങ്ങനെയായാലും ക്രീമാണ്. അത് നമ്മളിപ്പം പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിലൊക്കെ എടുത്ത് നമ്മളെ കയ്യിലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ അത് കയ്യിൻ്റെ ചൂട് തട്ടിയിട്ട് തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ലൂസായി വരാൻ തുടങ്ങും. പക്ഷെ മറ്റേത് അത്രയ്ക്കും ഇതാവില്ല. ഇപ്പം നമ്മൾ ക്രീം കണ്ടോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, സ്റ്റിഫ് പീക്സ് വന്നിട്ടുണ്ട്. സ്റ്റിഫ് പീക്സ് എന്ന് പറയുമ്പോൾ ഇനി ആർക്കെങ്കിലും ചിലപ്പോൾ സംശയം ഉണ്ടാവും ഇതെന്താണ് ഈ സ്റ്റിഫ് പീക്സ് എന്ന്. അത് നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ എടുത്ത് കഴിയുമ്പം കാണുന്നില്ലേ, നമ്മൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള എന്താ പറയുക, അത് അതുപോലെ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് വീണ് പോകുന്നൊന്നുമില്ല. ഞാൻ ഒരു ഇതിൽ എന്താ എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മൾ തല തിരിച്ച് പിടിച്ചിട്ടും വീണൊന്നും പോകുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ. ഇത് ശരിക്കും വിപ്പായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് വീണ് പോകും. ഇപ്പം ഞാൻ എടുത്ത് ഇങ്ങനെ മറിച്ച് പിടിക്കുമ്പോഴും അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കുറച്ച് സമയം. അതാണ് അതിൻ്റെ ശരിക്കുള്ള ഫോം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരും. അതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.